ഞാൻ എൻ്റെ 60 കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസിൽ നിന്നാണ് തുടങ്ങി. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ഡേ 1 ഭയങ്കര പെർഫെക്റ്റ് ഡയറ്റിലോട്ടൊന്നുമല്ല പോയത്. ഫസ്റ്റ് ഞാൻ ചെയ്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡിന്നർ കൺട്രോൾ ചെയ്തു. ഡിന്നറിലായിരുന്നു ഏറ്റവും കൂടുതൽ ക്രേവിങ്സ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഹൈ കാലറി ഉള്ള ഫുഡ്സും ഡിസേർട്ട്സും ഒക്കെ കയറിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പയ്യെ ലഞ്ചിലേക്കും വന്നു, ലഞ്ചും കൺട്രോൾ ചെയ്തു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക്. അത് കഴിഞ്ഞ് എൻ്റെ ഗോൾ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഹെൽത്തി ആവണം. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഇത്രയും ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറണം എന്നുള്ളൊരൊറ്റ ഗോളേ ഉള്ളായിരുന്നു. അപ്പോൾ വെയിറ്റ് ഇങ്ങനെ ഡ്രോപ്പായി വന്നപ്പോഴത്തേക്കിനും എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. അപ്പോൾ ഞാൻ എൻ്റെ ഗോളൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. 3 ഡിജിറ്റ് നമ്പറിൽ നിന്നൊരു 2 ഡിജിറ്റ് വെയിറ്റിലേക്ക് എത്തിക്കണം. പിന്നെയും വെയിറ്റ് ഡ്രോപ്പായി തുടങ്ങിയപ്പോഴത്തേക്കിനും എന്നിട്ട് ഞാൻ ഈ ഗോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു 3 കിലോ കുറയ്ക്കണമെന്നാക്കി. ഞാൻ 3 കിലോയിൽ കൂടുതൽ കുറച്ചു. ഈ എല്ലാ മാസവും കറക്റ്റായിട്ട് വെയിറ്റ് ഡ്രോപ്പ് ആകുമ്പോഴത്തേക്കിനും ഈ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കൊരു ആ മൈൽ സ്റ്റോൺ എത്തുമ്പോഴത്തേക്കിനും നിങ്ങൾക്കൊരു പുഷ് കിട്ടും. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൽ സ്റ്റോൺസ് നിങ്ങളുടെ ഗോളും എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് മൈൽ സ്റ്റോൺ. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ഗൈഡ് സെൻഡ് ചെയ്ത് തരാം.